നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു 10-ൽ 9.5 മാർക്ക് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. അതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചതാണത്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും തൈരുമാണ് വേണ്ടത്. പിന്നീട് നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളക് ചതുക്കിയതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തൈരും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകെല്ലാം പിടിക്കണം. നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 25 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ട അരിയെല്ലാം ഞാൻ കഴുകി വെച്ചതാണത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് പശു നെയ്യ്, നമ്മൾ മിൽമേൻ്റെ പശു നെയ്യാണ് എടുത്തത്. അതിലേക്ക് 2 കപ്പ് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ക്രിസ്പി രൂപത്തിലാവുമാണ് വെള്ളം ഒഴിക്കേണ്ടത്. നെയ്യിൽ വറുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു നാരങ്ങേൻ്റെ നീരാണ് ചേർത്തിട്ടുള്ളത്. അതിന് കൂടെ ഒരിത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും പൊടിച്ച പൊടിയാണ് ചേർത്ത് എല്ലാണ്ടും ചേർക്കുക. അതിന് ശേഷം മൂടി വെക്കുക. ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് മതി ചോറ് പോകാൻ. നമ്മളെ ചോറ് ജീരകശാല അരിയാണ്, അതുകൊണ്ട് ചെറിയ അരിയാണ്, വെന്തിട്ടുണ്ട്. ഉള്ളി എൻ്റെ മോളാണ് കട്ട് ചെയ്യുന്നത്. അവള് നല്ല നൈസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉള്ളി ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഗാർണിഷും കൂടി ചെയ്യേണ്ടത് കൊണ്ട് വലിയ 4 ഉള്ളിയാണ് എടുത്ത്. പാന് ചൂടാകുമ്പം നമുക്ക് കുറച്ച് പശു നെയ്യ് അതിലേക്ക് ഇടുക. അത് ചൂടായി വരുമ്പം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൽ നിന്നുള്ള കുറച്ച് ഉള്ളി അതിലേക്ക് ഇടുക. അത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് അതിനകത്ത് ചേർക്കണം. അങ്ങനെ ഉപ്പ് ചേർത്തിട്ടാണ് നല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ അത് കോരി മാറ്റണം. ആ നെയ്യിൽ തന്നെ കാഷ്നട്ട് ഇട്ട് വറുത്ത് കോരി വെച്ച്, നമുക്ക് മുന്തിരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്തിരിങ്ങ ചേർത്തിട്ടില്ല. ആവശ്യമുള്ള ആൾ മുന്തിരിങ്ങയും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. ബാക്കി വന്ന നെയ്യിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി എന്ന് വെച്ചാൽ ഞാൻ 4 എണ്ണം എടുത്തിന്. കുറഞ്ഞു കൊണ്ടാന്ന് വെച്ചിട്ട് നന്നായിട്ട് മസാലയെല്ലാം വേണ്ടതുകൊണ്ട് ഉള്ളി 4 എണ്ണം തന്നെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഇളക്കുന്നത്. ഇത് ഇന്നോവ മൾട്ടി കുക്ക്വെയർ എന്ന പാത്രത്തിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പേജിൽ മെൻഷൻ ചെയ്യാം. ഇത് ജോലി ചെയ്യുന്നവർക്കും പുറത്തെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഇലക്ട്രിക് കുക്ക്വെയർ ആണ്, അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ലാത്ത സമയത്തെല്ലാം എളുപ്പം ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ മേലെ ഒരു പാത്രവും കൂടി വരുന്നുണ്ട്. ആ പാത്രത്തിൽ മുട്ടയും പഴമെല്ലാം ആവിയിൽ വേവിക്കാൻ പറ്റും. ഏകദേശം എൻ്റെ ഉള്ളി ഏകദേശം കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ഞാൻ ചേർക്കുകയാണ്. ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. മസാലകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി തക്കാളിയാണ് ഇടേണ്ടത്. തക്കാളി 5 എണ്ണം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ചിക്കൻ ഇടാൻ. ചിക്കൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം നമ്മൾ ചേർത്ത് വെച്ചതാണ്. ഒരു 25 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇടുന്നത്. സ്മെല്ലിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് വെച്ചിട്ട് മൂടി വെക്കുകയാണ് ചെയ്ത്. ഒരു 10-20 മിനിറ്റ് അത് വേവാനുള്ള സമയം നമുക്ക് കൊടുക്കണം. ചിക്കൻ റെഡിയായതെല്ലാം പീസ് മാത്രം കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാനാണ്. ആദ്യത്തെ ലെയർ ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും കാഷ്നട്ടും വറുത്ത് കോരി വെച്ച ഉള്ളിയും ഇട്ട്, പിന്നീട് മാറ്റി വെച്ച ചിക്കനും കൂടി അതിൻ്റെ കൂടെ ഇട്ട് വീണ്ടും ഒരു ലെയർ ചോറിടുകയാണ് ചെയ്യുന്നത്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചോറ് തീരുന്നത് വരെ ഞാൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഘട്ടം കുറച്ചും കൂടി ഗീയും അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും വറുത്ത് കോരി വെച്ച ഉള്ളിയും കാഷ്നട്ടും ഇട്ട് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ പാത്രത്തിൽ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലോ ഹീറ്റിൽ വെച്ചിട്ട്
പാത്രം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് മാത്രം പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ കുഞ്ഞു വാവക്കാണ് കൊടുക്കുന്നത്. പുറത്തുനിന്നൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിൻ്റെ ചോറ് മാത്രം കുറച്ച് കൊടുക്കുന്നത്. അതൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കുന്നുണ്ട്. ഈ പാത്രത്തിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആവിയിൽ വേവിക്കുന്ന ഒരു സ്റ്റീമർ ആയിട്ടുള്ളൊരു പാത്രമുണ്ട്. അപ്പോൾ അതിൽ മുട്ടയും പഴവും വേവിക്കാനും കൂടി കഴിയും. ചെറിയ കുട്ടികളെല്ലാം ഉള്ള വീട്ടിൽ ഇത് നല്ല യൂസ്ഫുള്ളാണ്. കറണ്ട് കുറവാണ്. സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ നമ്പർ. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു 10-ഒരു 9.5 മാർക്ക് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നോക്കുന്നു. എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും തരിക. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. എന്നാ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ബെല്ലൈക്കണൊക്കെ അടിച്ചിട്ട് സന്തോഷമായിട്ട് കിടന്നോളൂ.